ഹേ സഞ്ചാരി ഉയർത്തു നിൻ ശബ്ദം വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആഘോഷിക്ക സമാധാന സന്ദേശം വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആനന്ദ സുപ്രഭാതം ആനന്ദ സുപ്രഭാതം കഷ്ടതയോ ഏകരാത്രി മാത്രം ആനന്ദ സുപ്രഭാതം കൊടുങ്കാറ്റിൽ നീ ഉലയുക വേണ്ട വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ക്ഷീണങ്ങൾ നീ സഹിക്കുകിലെന്ത് വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആനന്ദ സുപ്രഭാതം ആനന്ദ സുപ്രഭാതം കഷ്ടതയോ ഏകരാത്രി മാത്രം ആനന്ദ സുപ്രഭാതം ആനന്ദിക്ക ക്രിസ്തുവിൻ കാന്തേ വരുന്നു സന്തോഷത്തിൻ പ്രഭാതം സിംഹാസനെ ഇരിക്കുന്നല്ലോ താൻ വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആനന്ദ സുപ്രഭാതം ആനന്ദ സുപ്രഭാതം കഷ്ടതയോ ഏകരാത്രി മാത്രം ആനന്ദ സുപ്രഭാതം അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ വരുന്നു സന്തോഷത്തിൻ പ്രഭാതം സിംഹാസനെ ഇരിക്കുന്നല്ലോ താൻ വരുന്നു സന്തോഷത്തിൻ പ്രഭാതം ആനന്ദ സുപ്രഭാതം ആനന്ദ സുപ്രഭാതം കഷ്ടതയോ ഏകരാത്രി മാത്രം ആനന്ദ സുപ്രഭാതം. ദൈവനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. ഇന്ന് ഞങ്ങള് ഇരുവരും കൂടി മറ്റൊരു വീഡിയോയിൽ വരികയാണ്. പരിമിതികൾ വളരെയുണ്ട്. കാരണം ഒരു വീഡിയോയുടെ ലെൻസ്, അതായത് ക്യാമറ ലെൻസ് ഞങ്ങളെ ഫോക്കസ് ചെയ്യാൻ അടിയങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ല. ആകയാൽ ഞങ്ങളുടെ സഹായം ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച് യഹോവയിൽ നിന്ന് മാത്രമാകുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഭാര്യ ബീന എന്നോട് ചോദിച്ച ചില ദൈവശാസ്ത്രപരമായ സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഈ സംശയങ്ങൾ പൊതുവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരമായി തീരും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഈ നിലയിൽ ഈ ചോദ്യോത്തര പങ്ക്തി അതിന്റെ ഉത്തരം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പാട്ടുകാരല്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു മനോഹരമായ പാട്ടിന്റെ ചില ശകലങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാടിയത്. ഹേ സഞ്ചാരി വരിക, ഉയർത്തുക നിൻ ശബ്ദം വരുന്നു സന്തോഷത്തിന് പ്രഭാതം എന്നുള്ള പ്രത്യാശ ഗാനങ്ങൾ. ഈ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ലഭിച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം കൊണ്ടാണ് ഞങ്ങൾ പാട്ടുകാരല്ല എങ്കിലും ചില വരികൾ അതിൻ്റേത് പാടി നിങ്ങളെ കേൾപ്പിച്ചത്. ഇപ്പോൾ ഞാനിവിടെ വളരെ വേഗത്തിൽ എന്റെ വൈഫ് എന്നോട് ഇന്ന് പകലിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചോദിച്ച ചില ചോദ്യങ്ങൾ അത് അവർ തന്നെ ഇവിടെ വായിക്കും. അതിൽ ഓരോ ചോദ്യം വായിക്കുകയും അതിന്റെ ഉത്തരം പരിമിതമായി ഞാൻ പറയുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഞങ്ങളുടെ ഈ പ്രസന്റേഷനിലേക്ക് ഈ സമയത്ത് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചോദിച്ചോട്ടെ, ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ്? ഒന്നാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടുക എന്നാൽ, ആ പുള്ളിക്കാരിക്ക് പാടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, ചോദിക്കുമ്പോൾ ആകെപ്പാടെ ഒരു പമ്മിയ സൗണ്ട്. ഉറക്കെ ചോദിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്?
പല ആളുകളും രക്ഷിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ്. ഒരാളോട് ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു സ്നാനപ്പെട്ടത് ഇത്രാം തീയതിയാണ്. വേറെ ആൾ ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ പറഞ്ഞു പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ശേഷം ഞാൻ സ്നാനപ്പെട്ടു, അന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. വേറെ ചിലരോട് രക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മരണകരമായ ചില രോഗങ്ങളാൽ പിടിക്കപ്പെട്ടിരുന്നു, ഇന്ന ദേവദാസൻ വന്നു പ്രാർത്ഥിച്ചു സ്നാനപ്പെടുമെന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും വേദപുസ്തകപരമായി അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് ആദ്യമായി ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എന്താണ് ഈ ശിക്ഷ? എല്ലാ മനുഷ്യനും പാപത്തിൽ ജനിച്ചതുകൊണ്ട്, അതായത് പാപിയായി ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മനുഷ്യന് നിത്യമായ ഒരു ശിക്ഷാവധി ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ ശിക്ഷാവധി റോമർ 6:23 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അല്ല, പാപത്തിന്റെ ശമ്പളം മരണപത്രേ. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് നിത്യമായ ശിക്ഷാവധിയാണ്. എന്താണ് നിത്യ ശിക്ഷാവധി? വെളിപ്പാട് പുസ്തകം 20:14 മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്യ തന്നെ രണ്ടാമത്തെ മരണം. പാപിയായി ഈ ലോകത്തിൽ ജനിച്ച് പാപിയായി ജീവിക്കുന്ന മനുഷ്യന് പാപത്തിന്റെ ന്യായമായ ഒരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകുന്നു. ആ പ്രതിഫലമാണ് നിത്യമായ ശിക്ഷാവധിയായ നരകം എന്ന് പറയുന്നത്. ആ നരക ശിക്ഷാവധിയിൽ നിന്ന് പാപിയായ മനുഷ്യന് ലഭിക്കുന്ന എന്നേക്കുമുള്ള വിടുതൽ, അതായത് നിത്യ രക്ഷയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അത് ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ആ നിത്യരക്ഷ അവന് ലഭിക്കുന്നത്. റോമർ 10:9 പൗലോസ് പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ആത്മരക്ഷ എന്ന് പറയുന്നത് ആത്മാവിന് നിത്യമായ നരകശിക്ഷാവധിയിൽ നിന്ന് ദൈവം നൽകുന്ന ശാശ്വതമായ വിടുതൽ, അതായത് വിമോചനമാണ്. അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് അടുത്ത ചോദ്യം? രണ്ടാമത്തെ ചോദ്യം, രക്ഷയുടെ 3 വിധ കാലങ്ങൾ ഏതൊക്കെയാണ്? രക്ഷയ്ക്ക് 3 വിധ കാലങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇവിടുന്നോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സംശയം. എന്താണ് ഈ രക്ഷയുടെ 3 വിധ കാലങ്ങൾ? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. രക്ഷയ്ക്ക് ത്രിവിധമായ കാലങ്ങളുണ്ട്. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഭാവങ്ങളുടെ സംഘടിത രൂപമാണ്. നമ്മുടെ ആത്മാവിനാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അപ്പൊ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവർ സ്ഥാനീയമായി കർത്താവിന്റെ ആയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആത്മാവിന് രക്ഷ ലഭിച്ചിരിക്കാൻ ഇനി അവർക്ക് ശിക്ഷയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ നമ്മുടെ ദേഹിയും ദേഹവും നമുക്കുണ്ട്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. അത് ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിരന്തരമായ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അത് നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന പ്രോഗ്രസീവ് സാൽവേഷനാണ്. അത് ദേഹിക്കാണ്, ആത്മാവിനല്ല. മൂന്നാമത് പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. റോമാലേഖനം പുസ്തകം പറയുകയാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷയെങ്കിൽ നമ്മളുടെ ഈ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുഭവമായി രൂപാന്തരപ്പെടുത്തക്ക നിലയിൽ പുനരുത്ഥാന പ്രകൃതത്തെ ധരിക്കും. അന്ന് നമ്മുടെ ശരീരം സമ്പൂർണമായി പാപത്തിന്റെ അധീനത്വത്തിൽ നിന്ന് എന്നേക്കുമായി വീണ്ടെടുക്കപ്പെടും. അങ്ങനെ ദേഹരക്ഷ, ദേഹിരക്ഷ, ആത്മരക്ഷ എന്നിങ്ങനെ രക്ഷയ്ക്ക് 3 ഭാവങ്ങളുണ്ട്. ആത്മാവ് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, ശരീരം ആത്യന്തികമായി വരും ഭാവിയിൽ വീണ്ടെടുക്കപ്പെടും, അതായത് രക്ഷിക്കപ്പെടും. അന്ന് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടും. ഇതിനെയാണ് ത്രികാല രക്ഷ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അടുത്ത ചോദ്യം ചോദിച്ചാണ് 3-ാമത്തെ ചോദ്യം. ഉറക്കെ ചോദിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഒരേ പാപത്തിൽ തുടരുവാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യപ്രകാരം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു പോയു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദല്
ശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയില്ല എന്ന് ശലോമോനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും ഒരേ പാപത്തിൽ ഒരു വിശ്വാസിക്ക് തുടരാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ശേഷം ഒരു വിശ്വാസി അല്പം മദ്യം കഴിച്ചു ചെയ്തിരിക്കുക. കഴിക്കാൻ പാടില്ല, അത് അവന്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്നതാണ്. അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. കാര്യം മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലൂസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഒഴിഞ്ഞിരിക്കണം. എന്നാൽ അങ്ങനെ ഒരു പാപത്തിൽ വീണവൻ തന്റെ പാപത്തെക്കുറിച്ച് കുറ്റബോധമുള്ളവനായി ദൈവസ്ഥലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അങ്ങനെ ദൈവസ്ഥലം ശുദ്ധീകരണം പ്രാപിച്ചാൽ മേലാൽ ലിക്വിഡ് കണ്ടാൽ അവൻ അറയ്ക്കും. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി നിരന്തരമായി കള്ളുഷാപ്പിൽ നിന്ന് കുടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുക, ഇനി അത് എല്ലാം കുടിച്ച ശേഷം താൻ വിശ്വാസിയെ പോലെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം രക്ഷിക്കപ്പെട്ടവൻ പിശാചിന്റെ പിടിയിൽ നിന്നും സാത്താന്റെ അധീനത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തിൽ നിന്നും അവന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയാണ്. അവന്റെ ദൈവത്തോട് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് ഒരേ പാപത്തിൽ, അത് ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ, മദ്യം ഏത് പാപമായാലും ഒരേ പാപത്തിൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും തുടരുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം തുടരുന്നുവെങ്കിൽ അദ്ദേഹം ശരിയായി വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസി അല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം പറഞ്ഞാട്ടെ. രക്ഷ നിത്യമാണോ അതോ നഷ്ടപ്പെടുമോ? മറ്റു ചോദ്യം, ഇത് നിരവധി പ്രാവശ്യം ഞാൻ തന്നെ ഈ ടൈം ലൈനിൽ വന്ന അനേക സംവാദങ്ങളിൽ ഏർപ്പെടുകയും പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. രക്ഷ, ആത്മരക്ഷ നിത്യമാണോ അതോ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണോ? ഒരിക്കലും ആത്മരക്ഷ നഷ്ടപ്പെടുന്നതല്ല. അത് വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആ ഒരു നാളും എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം യാതൊരു പ്രകാരത്തിലും എന്നാണ്. ഒരു വിധത്തിലും അവൻ നശിച്ചു പോകത്തില്ല. അപ്പൊ ദൈവം നിത്യജീവനെയാണ് കൊടുക്കുന്നത്. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ജീവനല്ല, നിത്യജീവനാണ്. എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത അനന്തമായ ജീവനാണ് അവൻ ലഭിക്കുന്നത്. ആ ജീവന് കർത്താവിന് നൽകിയാൽ അവനെ ദൈവബലിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുവന് യാതൊരു പ്രകാരത്തിലും നഷ്ടപ്പെട്ടു പോകുകയില്ലെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 6-ൽ യേശുക്രിസ്തു പറഞ്ഞത്. മാത്രമല്ല, പിതാവ് എനിക്ക് തന്നത് ഒക്കെയും പിതാവ് തന്നത് ഒക്കെയും ഞാന് ഒടുവിലത്തെ ദിവസം, അതായത് പുനരുത്ഥാന ദിവസം അവയെ ഉയർപ്പിക്കണം. അതായത് പിതാവ് എനിക്ക് തന്നത് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവയെ ഉയർപ്പിക്കണം എന്നുള്ളതാകുന്നു പിതാവിന്റെ ഇഷ്ടം. അവയിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. വളരെ വിശദീകരണമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ മെസ്സേജുകൾ കിടപ്പുണ്ട്. ഫേസ്ബുക്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ അവിടെയും കാണും. അനേക സന്ദർഭങ്ങളിൽ രക്ഷയും അതിന്റെ ഭദ്രതയും സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ ഭദ്രതാ സത്യം മനസ്സിലാക്കാൻ വിവേകശേഷി ഇല്ലാത്ത പല സഹോദരന്മാർക്കും അതൊരു സന്ദേഹമായിട്ടും ഒരു സമസ്യയായിട്ട് ഇരിക്കുകയും പിന്നെയും അത് എങ്ങനെയാന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ പറയട്ടെ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തിലായി കഴിഞ്ഞു. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പാപം വിട്ട് അവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ മകനായി തീർന്നിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് പിതാവിന് തന്നിട്ടുള്ളതൊക്കെയും ഞാൻ എന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ബലവത്തായി തോന്നിയിട്ടുള്ള മറ്റു വാക്യമാണ് ഒരധ്യായം മാത്രമുള്ള യൂദായുടെ ലേഖനത്തിന്റെ 24-ാമത്തെ വാക്യം. വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവന് എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. തന്റെ മഹിമാസന്നിധി പറയുന്നത് പിതാവിന്റെ സന്നിധിയാണ്. പിതാവിന്റെ സന്നിധിയിൽ നമ്മെ പുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമായി നമ്മെ നിർത്തുന്ന നിമിഷം വരെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് സന്തോഷത്തോട് സൂക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. ഞാൻ എന്റെ രക്ഷയെ സൂക്ഷിക്കുകയല്ല, കർത്താവ് എന്റെ കരങ്ങൾ എന്നെ സൂക്ഷിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കപ്പെടുകയാണ്, കർത്താവിനെ സൂക്ഷിക്കുകയാണ്. വീണുപോകാതെ കൊണ്ട് എന്നെ സൂക്ഷിക്കുകയാണ്. കർത്താവ് പിതാവിന്റെ മഹത്വനായിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപയുടെ അത്യന്തതരം വരുംകാലങ്ങളിൽ എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മെ കൃപയാൽ വീണ്ടും ജനിപ്പിച്ച് ദൈവമക്കളായി തീർത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം മുതലായ ഒന്നുമില്ലാത്തതുമായ ആ നിത്യജീവൻ എന്താണെന്ന് ഭാവിയിൽ നമുക്ക് പ്രദർശിപ്പിച്ച് കാണിച്ച് നമ്മെ അത്ഭുത സ്തബ്ധരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വീണ്ടും ജന്മ അനുഭവത്തിലുള്ള നിത്യരക്ഷയെ നൽകിയിരിക്കുന്നത്. ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം ദൈവമാണ് രക്ഷയുടെ ഉപജ്ഞാതാവ്. രക്ഷിക്കപ്പെട്ടവരെ സൂക്ഷിക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. അല്ലാതെ എന്റെ മിടുക്കൊണ്ട് ഞാൻ സൂക്ഷിക്കപ്പെടുകയല്ല. എന്റെ കർമ്മങ്ങളുടെ കൃപയാൽ പ്രവൃത്തിയാലല്ലാതെ
എനിക്ക് ലഭിച്ച രക്ഷ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് രക്ഷയല്ല, പ്രതിഫലമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഉപദേശം ഒരിക്കലും രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അനുമതി പത്രികയല്ല. രക്ഷിക്കപ്പെട്ടവൻ ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷങ്ങളെയും നീക്കി തങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളണമെന്ന് വേദപുസ്തകം വളരെ അസന്നിഗ്ധമായി കൽപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദൈവം നമ്മെ ദത്തെടുത്തു എന്ന് ബൈബിൾ പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം നമ്മെ ദത്തെടുത്തു എന്ന് ബൈബിൾ പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടുകൂടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുള്ള പദമാണ് അഡോപ്ഷൻ, അതായത് ദത്തെടുപ്പ് പറയുന്നത്. എന്താണ് ഈ ദത്തെടുപ്പ്? അഡോപ്ഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് ബൈ വിച്ച് ഗോഡ് gives his newly born again one an adult to stand in the family of God. എന്നാ വായിക്കുന്നത് ഗലാത്യരിൽ വായിക്കുമ്പോൾ, പിന്നെ അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായി നിർത്തുമ്പോഴും ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല. ഒരു ശിശു നമ്മുടെ വീട്ടിൽ ജനിച്ചു, യഹൂദ കുടുംബത്തിൽ ജനിച്ചാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ച ആ ശിശുവ് അതിന്റെ മേജർ പ്രായം വരുന്ന 18 വയസ്സ് പ്രായമാകുന്നവരെ അതിന് ആ കുടുംബത്തിലെ യാതൊരു അവകാശങ്ങളും ആധികാരികതയോടുകൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അവന്റെ പിതാവിനുള്ളതൊക്കെ അവന്റെ അവകാശമാണ്, എങ്കിലും അത് അവന് സ്വതന്ത്രമായി ഉപയോഗിക്കണമെങ്കിൽ അവൻ മേജറായി തീരണം. നമ്മുടെ ഇന്ത്യൻ നിയമവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു വസ്തു മനസ്സിലാക്കണം, ദൈവഭവനത്തിൽ നേരെ തിരിച്ചാണ്. ദൈവഭവനത്തിൽ നാം രക്ഷിക്കപ്പെട്ട ശേഷം, ഉദാഹരണം പറഞ്ഞാൽ 2024 ഈ പറയപ്പെട്ട ആഗസ്റ്റ് മാസം 14-ാം തീയതി ഒരു പാപി രക്ഷിക്കപ്പെട്ട് ചിന്തിക്കുക. അവന് 14-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത 18 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട്, അപ്പൊ 14 10 24 2032 അവൻ സ്വർഗീയ ഭവനത്തിലെ ആത്മീക അനുഗ്രഹങ്ങളുടെ അവകാശം അനുഭവിക്കാൻ തുടങ്ങുന്നത്. രക്ഷിക്കപ്പെടുന്ന ആ മോമെന്റിൽ തന്നെ എഫേസ്യ ലേഖനം 1:3 വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. From the very moment of his salvation, he can enjoy the various blessings that God has separate for him in heaven. സ്വർഗത്തിൽ അവനായി ദൈവം വേർതിരിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ ദിവസം മുതൽ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന എന്ത് ചെയ്യണം? അവൻ ദൈവഭവനത്തിലെ സ്വതന്ത്രനായ പുത്രനായി മാറണം. അതിന് ഒരിക്കൽ പിശാചിന്റെ മക്കളായ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ദൈവം വീണ്ടെടുത്ത ശേഷം നമ്മെ ദത്തുപുത്രന്മാരാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായിരുന്നില്ല, അത് ദൈവം നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി ദൈവത്തിന്റെ പുത്രത്വം നൽകി. അങ്ങനെ പുത്രത്വം നൽകിയപ്പോൾ ഒരു അഡൾട്ട് സ്റ്റാൻഡ് നൽകി. അതായത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിലെ ഒരു അപ്പന്റെ സർവ്വ അവകാശങ്ങളും സ്വതന്ത്രമായി അനുഭവിക്കാൻ കഴിയുന്ന അധികാരമുള്ളതുപോലെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു ദൈവപൈതലിന് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർക്കുന്ന സ്വർഗീയ പ്രഖ്യാപനമാണ് അഡോപ്ഷൻ, അതായത് ദത്തെടുപ്പ് എന്ന് പറയുന്നത്. We are adopted into the family of God, which means we have given the rights to enjoy the various blessings that is set forth on our behalf in heaven through Jesus Christ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം ക്രിസ്തുവിൽ നമ്മെ സമ്പന്നർ എന്ന് വിളിച്ചിരിക്കുന്നത്. അവിടെ 2 കൊരിന്ത്യർ 8 വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാസമ്പന്നൻ ആയിരുന്നിട്ടും ദരിദ്രരായിരുന്ന നിങ്ങളെ സമ്പന്നരാക്കി തീർക്കുവാൻ നിങ്ങൾ നിമിത്തം അനുഭവിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ദൈവം നമ്മെ രക്ഷിച്ചു ദൈവമക്കളാക്കി തീർത്ത് മഹാസമ്പന്നരാക്കി സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ നമ്മെ യോഗ്യരാക്കി ദൈവം തീർത്തു. ആ അനുഭവത്തിനു വേണ്ടി നമ്മെ യോഗ്യന്മാരാക്കി തീർത്ത പ്രായപൂർത്തിയായ ഒരാൾക്ക് കുടുംബത്തിലെ അവകാശങ്ങൾ അധികാരത്തോടെ വിനിയോഗം ചെയ്യാൻ കഴിയുന്ന അധികാര പത്രിക, അതിനെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. അത് നൽകിയാണ് ദൈവം നമ്മെ പുത്രന്മാരാക്കി തീർത്തത്. നിങ്ങൾക്ക് അത് വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് തനിക്ക് സ്വർഗീയ ശരീരം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഷ അനിൽ കൊടുത്തോടത്തിന്റെ കഴിഞ്ഞ ദിവസവും ഞാനും അദ്ദേഹമായിട്ടുണ്ടായിരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്റെ ഭാര്യയ്ക്കുണ്ടായ ഒരു സംശയം, ഭാര്യയ്ക്ക് തന്നെയല്ല പണ്ട് അനേകർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തനിക്കൊരു സ്വർഗീയ ശരീരം ഉണ്ടായിരുന്നു. ആ ശരീരം ആണ് താന് കന്യകമറിയാമിൽ ഒരു മാംസമായി അല്ലെങ്കിൽ ജഡമായി വന്നത്. അതിനുശേഷം പുനരുദ്ധാനത്തിൽ താൻ വീണ്ടും തനിക്ക് മുമ്പേ നിത്യതയിലുണ്ടായിരുന്ന സ്വർഗീയ ശരീരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടും കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിലും അതുപോലെ ഞാനുമായുള്ള സംവാദത്തിലും പറഞ്ഞു. അദ്ദേഹം വളരെ പഠിക്കുന്നയാളാണ്, എങ്കിലും ഈ വിഷയത്തിൽ
അദ്ദേഹത്തിന്റെ സിദ്ധാന്തം സെലസ്റ്റിയൽ ബോഡി സിദ്ധാന്തമാണ്. അതായത് ക്രിസ്തുവിന്റെ സ്വർഗീയ ശരീര സിദ്ധാന്തം. അത് പണ്ട് തന്നെ സഭാചരിത്രം ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു ഉപദേശമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യത്തിൽ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പ്രവചനാത്മാവിൽ ദാവീദ് പറയുകയാണ്. അത് ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ സംഭവിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ ദാവീദ് പറയുകയാണ്. അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്യം 1 Corinthians 15:47 അതായത് 1-ാം ആദാം ഭൂമിയിൽ നിന്ന് മണ്ണുള്ളവൻ, 2-ാം ആദാം സ്വർഗത്തിൽ നിന്നുള്ളവൻ. അവിടെ സ്വർഗത്തിൽ നിന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് അവന്റെ ശരീരം തനിക്കുണ്ടായിരുന്നു അല്ല പറയുന്നത്, അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനായി തീർന്നവൻ എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. 1-ാമത്തെ ആദാമിനെ മണ്ണുകൊണ്ട് പഞ്ചഭൂതങ്ങൾ ദൈവം നിർമ്മിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം താൻ നിത്യനായിരുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവമായിരിക്കെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചവനാണ്. അവൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് തന്നെ മനുഷ്യാവതാരം ചെയ്യുന്ന നിമിഷം വരെ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ആ ശരീരിയായിരുന്നു. അതായത് തൃത്വത്തിലെ 2-ാമത്തെ വ്യക്തിയായിരുന്നു. നിത്യനായ പിതാവിനോട് ചേർന്ന് നിത്യപുത്രനായി നിത്യതയിൽ പരിശുദ്ധാത്മാവ് നിവസിച്ചിരുന്നവനാണ് കർത്താവായ യേശു. അവന് ഒരു ശരീരം പ്രാപിക്കുന്നത് ഈ ഭൂമിയിലേക്കുള്ള അവന്റെ ജഡാവതാരം മുതലാണ്. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിന്റെ കന്യാജന്മം ഒന്ന് വിവരിക്കാമോ? യേശു ക്രിസ്തുവിന്റെ കന്യകാജന്മം ഒന്ന് വിവരിക്കാമോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കർത്താവായ യേശു മറിയയിൽ നിന്ന് അല്ലെങ്കിൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഷിയാവ് 7:14, 9:6 മീക്കാ പ്രവാചനം 5:2 ഇതിനുള്ള പഴയ നിയമത്തിലെ പരാമർശ വേദഭാഗങ്ങൾ. അതെല്ലാം പ്രവചനങ്ങളാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇവിടെ വിവാദമായ 2 ചർച്ചകൾ ഞങ്ങളുടെ ഭാഗത്ത് അന്യോന്യം നടന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന സ്വർഗീയ ശരീരം ഉരിഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു എന്ന് ഭാഷ കൊടുത്തോണ്ടും അല്ല, അവൻ മറിയിൽ നിന്ന് ഭൂജാതനായി എന്ന് ഞാനും ഞങ്ങളുടെ 2 പേരുടെ അഭിപ്രായത്തെ യോജിക്കാത്ത വേറൊരു വലിയ സമൂഹവും ഈ സമൂഹത്തിലുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കുമുള്ളതാണ്. ഞങ്ങൾക്കുള്ള അറിവുകളാണ് ഞങ്ങൾ പറഞ്ഞത്. തിരുത്തപ്പെടേണ്ട വിഷയമാണെങ്കിൽ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കന്യകാജന്മം ഒരു മഹാത്ഭുതമായിരുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു മറിയയ്ക്ക് അറിയാൻ വയ്യ. കാര്യം പുരുഷ സംസർഗമില്ലാതെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മറിയ ചോദിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇത്രയും കാര്യമേ നമുക്കും അറിയത്തുള്ളൂ. ഇതിനപ്പുറത്ത് വേറെ ഒന്നും അറിയത്തില്ല. എങ്ങനെയാണ് മറിയയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ഭൂജാതനായത് അല്ലെങ്കിൽ മനുഷ്യ ശരീരം സ്വീകരിച്ചത് എന്നുള്ള പ്രോസസ്സ് നമുക്കറിയാൻ വയ്യ. അതേക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തമുണ്ട്. ഞാനും പറഞ്ഞൊരു സിദ്ധാന്തം, മറിയയിൽ നിന്ന് ദേഹിയെ യേശു പ്രാപിച്ചിട്ടില്ല. യേശുവിന്റെ പ്രാണൻ ദൈവത്തിന്റെ പ്രാണനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദേഹം മാത്രമാണ് സ്വീകരിച്ചത്. ദേഹിയിലൂടെയാണ് വാസ്തവത്തിൽ ശരീരം പാപമായി, ആത്മാവും ദേഹവും പാപമായുമായി തീരുന്നത്. മാനുഷികമായ ഒരു ദേഹി ചംക്രമണം യേശുവിലേക്ക് ആദാമിക തലമുറയിൽ നടന്നില്ലാകിയാൽ യേശുവിന്റെ ദേഹി മനുഷ്യദേഹിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദാമിൽ കൂടെ ലഭിച്ച മനുഷ്യദേഹിയല്ല. അതുകൊണ്ട് മാംസം അതിൽ തന്നെ പാപമല്ല എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യുക്തമായത് വിശ്വസിക്കാം. കന്യകാജനത്തെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആകെ പറയാൻ കഴിയുന്ന വിഷയം, ദൈവപുത്രൻ മറിയയിൽ ജഡാവതാരം ചെയ്തു. അതിനപ്പുറത്തെ ഒരു കാര്യം എനിക്കറിയാൻ വയ്യ. ബാക്കിയെല്ലാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനെ ജനിച്ചു, എപ്രകാരം ജനിച്ചു, മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചു, അതോ മറിയയുടെ മാംസത്തെ ശുദ്ധീകരിച്ച് ഒരു ജഡം താൻ സ്വീകരിക്കുകയായിരുന്നോ, അല്ലാതെ യേശു ദൈവം ഒരു മനുഷ്യനായി തീരെ ചുരുങ്ങി അവിടെ വന്നോ, ഒരു ഭ്രൂണം ഉണ്ടായോ ഉണ്ടായില്ലയോ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വേദവസ്തുവിൽ എഴുതിയിട്ടില്ല. എനിക്കറിയാൻ വയ്യ. അതെല്ലാം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒന്നെനിക്കറിയാം, അവിവാഹിതയായിരിക്കുന്ന കന്യകയായ മറിയയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിത്യനായിരുന്ന ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം സ്വീകരിച്ചു. അത്രമാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദൈവം ത്രിയേകനെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ദൈവം ത്രിയേകനാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇത്രയും ചോദ്യങ്ങളായി ഇന്ന് എന്റെ വൈഫിനോട് ചോദിച്ചു. ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ത്രിയേകൻ എന്നാണ് പറയുന്നത്. തൃത്വം എന്ന് പറയുന്ന ഒരു വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല. കാൽവറി എന്ന് പറയുന്ന പദം തോമസ് ന്യൂബറിയുടെ ട്രാൻസ്ലേഷൻ മറ്റൊരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ട്രിനിറ്റി അതായത് തൃത്വം എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദൈവം ത്രിയേകനല്ല എന്ന് സമർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ത്രിയേകനാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ധാരാളം പദപ്രയോഗമുണ്ട്. ഉദാഹരണം, ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടാവായ ദൈവം, പിതാവായ ദൈവമാണ് സൃഷ്ടികർമ്മം ചെയ്യുന്നത്. അതിൽ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്യിച്ചത്. അതായത്
ലോഗോസിനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്തതെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയപ്പെടുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ നിത്യനായ ദൈവത്തിന്റെ ലോഗോസ് പുത്രനെ കൊണ്ടാണ് സൃഷ്ടി ചെയ്യിച്ചത്. 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. അപ്പൊ പിതാവായ ദൈവം സൃഷ്ടി ചെയ്തു, ലോഗോസ് എന്ന പുത്രനെ കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ചു, പരിശുദ്ധാത്മാവായ ദൈവം അതിനെ സംരക്ഷണം ചെയ്തു. ഉൽപ്പത്തി തന്നെ അത് നാം വായിക്കുന്നുണ്ട്. 1:26 വരുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നു. അവിടെ നാം വായിക്കുമ്പോൾ ബഹുവചന രൂപമാണ് ദൈവം പറയുന്നത്. നാം നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്ന് വ്യക്തം. സാരാംശത്തിൽ ഏകത്വമുള്ളവനും വ്യക്തികൾ മൂന്നുമായി പരസ്പരം വേർപെടുത്താൻ ആകാതെ നിത്യമായി ഒന്നായിരിക്കുന്ന പ്രതിഭാസമാണ് ദൈവം എന്ന് പറയുന്നത്. അത് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. തൃത്വം എന്ന് പറയുന്നത് ദൈവിക മർമ്മമാണ്. ദൈവിക മർമ്മം നാം മനസ്സിലാക്കി പറഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കുന്നല്ലേ അതിന്റെ അർത്ഥം. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ എന്നും ഒരു അതിശയ വിഷയമാണെന്നാണ് പറയുന്നത്. ദൈവസ്ഥാനിൽ എന്നും ഒരു അതിശയ വിഷയമാണ്. യെശയ്യാ 9:6 പറയുമ്പോൾ ഹിസ് നെയിം ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ. അവന്റെ പേര് അതിശയം എന്നാണ്. അതിശയം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഹ്യൂമൻ മൈൻഡ് കാനോട്ട് കോംപ്രിഹെൻഡ് ദാറ്റ് കൺസെപ്റ്റ്. ആ ആശയത്തെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുകയില്ല, അത് അപര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിലെ ധാരാളം വേദഭാഗങ്ങളിലും ദൈവം തൃത്വത്തിൽ ഏകനായി, സാരാംശത്തിൽ ഏകനായി, 3 വ്യക്തികൾ, അതായത് ഒരേ സാരാംശത്തിൽ 3 വ്യക്തികൾ ഒരേ സമയത്ത് പരസ്പരം വേർപെടാത്തവരായി നിത്യത മുതൽ വിരാജിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ 5-ാം അധ്യായം വായിക്കുമ്പോൾ ആ മഹാപുരോഹിതനായ അഹരോന് സമാഗമന കൂടാരത്തിന്റെ അകത്ത് പോയിട്ട് തന്നെ കാത്തുനിൽക്കുന്ന ജനത്തിന്റെ മുമ്പാകെ അവൻ ദൈവം യാഗത്തെ അംഗീകരിച്ചു എന്നുള്ള തന്റെ ആ തീരുമാനത്തിൽ അവൻ മടങ്ങി വരുമ്പോൾ 3 പ്രാവശ്യം യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തുമാറാകട്ടെ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പ്രാവശ്യം ആ വാക്ക് ആരംഭിക്കുന്നുണ്ട്. പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പുത്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഒരു സംഗ്രഹ സൂചികയാണത്. പിന്നെ ധാരാളം വാക്യങ്ങൾ വേറെയും ബൈബിളുണ്ട്. മത്തായിയുടെ സുവിശേഷം 3:16 വായിക്കുമ്പോൾ പുത്രനായ യേശുക്രിസ്തു യോർദാന്റെ കരയിൽ സ്നാനപ്പെടുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രനെ കുറിച്ച് സാക്ഷിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. പരിശുദ്ധാത്മാവായ ദൈവം പ്രാപരൂപേണ അവന്റെ മേൽ ആവസിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്നാനത്തിന്റെ കൽപ്പന കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ എന്നല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പീൻ എന്നാണ്. 2 കൊരിന്ത്യർ 13:14 ആശീർവാദ വചനം പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. അവിടെയും 3 വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും പിതാവിന്റെ സിംഹാസനം, പിന്നെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ പിതാവിന് വലതുഭാഗത്തിരിക്കുന്നവനായിട്ട്, പിന്നെ വരിക എന്ന ആത്മാവും പറയുന്നു. 3 പേരെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗ്രഹിപ്പാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ, അല്ലാത്തവർ ഗ്രഹിക്കാതിരിക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നത്തെ ഈ 8 ചോദ്യങ്ങളും എന്റെ വൈഫ് എന്നോട് ചോദിച്ചതും എന്നാൽ പൊതുവെ ആളുകൾക്ക് പ്രയോജനമുള്ളത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും ഞങ്ങൾ ഇരുവരും കൂടി ലൈവിൽ വന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ചോദ്യോത്തര പങ്ക്തി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ആൻഡ് ബീന ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.